ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം എന്താ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താ വെച്ചാൽ വലിയ ആൾക്കാരുണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ കസിൻസ് മാത്രമേ ഉള്ളത്. ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാറ് മാത്രമേ ഉള്ളത്. നമ്മൾ ഒരു 7:30 ആയപ്പോഴാണ് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഇതാ ഞങ്ങളെ കൂടെ സജിയാപ്പിയാണ് വലിയ ആളായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. റെജു റീനു എന്ത് റീലെടുക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ 2 ഫോണാണ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്നൊരു റീലെടുക്കാനും ഒന്ന് നമ്മുടെ യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കാനുള്ളതും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ബീച്ചിൽ പോകുമ്പോൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മളിങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് ബീച്ച് വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നതാണിത്. നല്ല രീതിയിലുള്ള തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും അങ്ങോട്ടേക്ക് പോകാനോ ഇറങ്ങാനോ ഒന്നും പറ്റിയിട്ടുമില്ല. അതിൻ്റെ അവിടെ ബീച്ച് കാർണിവലും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. മക്കൾ കുറേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അവിടെ പോവാം, അതിൽ കയറാമെന്നൊക്കെ. നമുക്ക് ആകെ സമയം അത്ര ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ബീച്ചിൽ എൻജോയ് ചെയ്യുക ചെയ്തത്. ഞാനിങ്ങനെ 2 ട്രിപ്പ് നടന്നു വന്നപ്പോൾ ഞാനിവിടെ കാണുന്നത് റെജുവിനെ അതിൻ്റെ മേലെ കയറ്റി ഇരുത്താനുള്ള നാപ്പുവിൻ്റെ പ്രഹസനം. റെജുവിന് പിന്നെ നാപ്പുവിന് കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് ഒരു സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ത്രില്ലായത് ഹിതുവിനെ കയറ്റുന്നത് കണ്ടപ്പോഴാണ്. അങ്ങനെ ഇതാ ഹിതുവിനെ സക്സസ്ഫുള്ളി അവർ കയറ്റിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നെസ്വിനെ കയറ്റാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ അടുത്തത്. പിന്നെ അവരവിടെ കയറിയിരുന്ന് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞേ ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചൊരു കയറ്റം ഉണ്ടാവില്ല. അപ്പോൾ അവരങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് തന്നെ ട്രോളൊക്കെ ചെയ്ത് അതിനുശേഷം അവിടുന്ന് നമ്മൾ നേരെ പോയി കുറച്ച് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ അവരെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ട്രോളുന്നതുകൊണ്ട് തന്നെ റെജു എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നെയും ട്രോളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ അടുത്തൊരു സെക്ഷനിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അതാ നമ്മൾ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്ര സമയം ഞങ്ങൾ തിരക്കില്ലാത്ത ഒരു സ്ഥലത്താണ്, നമ്മുടെ പാർക്കിംഗ് ഏരിയയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ നമ്മുടെ മെയിൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മക്കൾസിന് വേണ്ടിയിട്ട് മറ്റേ ഇട്ടാപ്പൊട്ടി ഇങ്ങനെ ഇടുന്ന സമയം പൊട്ടുന്ന ആ ഒരു ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് കുറേ സമയം വലിയ ആൾക്കാരും മക്കൾസും ഒക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിച്ച്. പിന്നെ ഇതാ നമ്മളിങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഞാൻ പറഞ്ഞ ഗെയിമിലോട്ടാണ് പോയത്. ഗെയിം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ സിനിമ പേര് പറയും, അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. കുറച്ചായി ഒരു 1-2 കൊല്ലം.
മാസ ഓ അന്നത്തെ കണ്ടതാ കൊണയില്ലാന്നാ എടി രസില്ലാന്നാ ഇങ്ങനെ കാണിക്കുന്ന എന്താ രസില്ലാന്നല്ലോ ദേഷ്യത്തിന്റെ വേറെ വേർഡാണോ ഇനി ഇങ്ങനെ കായാണോ നോക്കുമ്പോ ഇങ്ങനെ ആക്കിയാ മതി ചോദിക്കുന്നാല് കായാണോ അതുമല്ല അടുത്തെടുക്കണോ അത് പറഞ്ഞപ്പോ അതല്ല ആരും ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത്താത്ത ചിന്നുവിന് സിനിമാന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നതാണത്. കളിച്ച് കളിച്ച് നല്ല ആവേശമായിട്ടുണ്ടായിരുന്നു. അബീനും ദുവനും ഹയനൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മറന്നു തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒച്ചപ്പാടുകൊണ്ട് ചുറ്റുള്ള ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് അവസരം കിട്ടിയത് സജിയാബക്കായിരുന്നു. സജിയാബക്ക് സത്യം പറഞ്ഞാൽ സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ്, എന്നാൽ സിമ്പിൾ അല്ലേന്ന് വെച്ചാൽ അങ്ങനെയല്ല. ആ ഒരു രീതിയിലായിരുന്നു സജിയാബ് ഉണ്ടായിരുന്നത്. സംഭവം സജിയാബ് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു.
അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ നേരെ ചിരണ്ടി അയച്ച് കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാ മിക്സും എരിവും അങ്ങനെ പല രീതിയിൽ വേണ്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ ഞങ്ങൾ വാങ്ങി. ഞങ്ങളിത് വാങ്ങാൻ വെയിറ്റ് ചെയ്യായിരുന്നു മഴ പെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കലും ഓടലും ഒക്കെ ഒരുമിച്ചായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹിതുവും മക്കൾസും കൂടെ ചിറാപ്പുഞ്ചി മഴ എത്തുക എന്ന് പറഞ്ഞ റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.